ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ റെസിപ്പി തന്നെയായിരിക്കും നെയ്ച്ചോറ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ നെയ്ച്ചോറുണ്ടല്ലോ, അത് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, നമ്മൾ മലബാർ രീതിയിലുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം എപ്പോഴും എടുക്കുക ചെറിയ അരിയായിരിക്കും. ചെറിയ അരി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വലിയ അരി വെച്ചിട്ടും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ മലബാർ സ്റ്റൈലിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ചെറിയ അരി വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് UTC ബ്രാൻഡ് നെയ്ച്ചോറിൻ്റെ അരിയാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസ് എടുക്കുക, പിന്നെ ജീരകശാല റൈസ് എടുക്കുക, ജോക്കർ ബ്രാൻഡൊക്കെ എടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അളവ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം അരി അവിടെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനല്ല കേട്ടോ. നെയ്യ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത്, നെയ്ച്ചോറല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തിട്ട് കോരി മാറ്റി വെക്കണം. അതിന് ശേഷം കുറച്ച് മാത്രം സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. അത് ഗാർണിഷിങ്ങിനായിട്ടുള്ളതാണ്. കുറച്ച് മാത്രം മതിയിട്ട് നല്ലോണം സ്ലൈസ് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും ഫ്രൈ ചെയ്തിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നെയ്ച്ചോറിന്. എന്നിട്ട് ഏലക്കയും ഗ്രാമ്പുമാണ് കുറച്ചധികം ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി സവോളയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വല്ലാണ്ട് സവോളയുടെ കളറൊന്നും മാറണ്ട. ആ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് കേട്ടോ, ചതച്ചതല്ല, പേസ്റ്റ് ആക്കിയതാണ് ചേർക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനായിട്ടല്ല നമ്മൾ ചേർക്കുന്നത്. ആ ഒരു പച്ചമുളകിൻ്റെ മണം ഉണ്ടല്ലോ, അത് നല്ല രസമാണ് നെയ്ച്ചോറിലേക്ക്. അതൊന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ പച്ചമണം മാറി വന്നാൽ നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു കട്ട പിടിച്ച പോലെയൊക്കെ തോന്നൂലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുവാണെങ്കിൽ. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ അരിയുടെ കളറ് മാറിപ്പോവും. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് മാറി കിട്ടണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു മുരിയുന്ന സൗണ്ട് കേൾക്കാം, ഒരു ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് അനങ്ങാതെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ 2 മിനിറ്റ് നമ്മൾ അരി വറുത്തെടുത്തിട്ടുണ്ട്. അരി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പക്ക് 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ. ആ വെള്ളത്തിൻ്റെ അളവ് മാറരുത്. വെള്ളം ചൂടുവെള്ളം ആയിരിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. അതുപോലെ നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല കേട്ടോ, ചൂട് വെള്ളം ഉണ്ടായിരിക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിന് നല്ല വൈറ്റിഷ് കളറായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ബിരിയാണി കൈത അല്ലെങ്കിൽ ചോറ്റ് കൈത എന്ന് പറയും, ആ 2 ഇലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല മണമായിരിക്കും നെയ്ച്ചോറിന്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ബാക്കിയൊക്കെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ, വറുത്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അരി ഓവറായിട്ട് കുക്കാവില്ല, ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു മണവും അതുപോലെ പച്ചമുളകിൻ്റെ മണവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ നെയ്ച്ചോറ്. പിന്നെ ചില അരിക്ക് കുറച്ചുകൂടെ വേവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്ക് എടുത്തിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ചോറ് കുറച്ചുകൂടെ വേവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്നും കൂടി ദമ്മിട്ട് കൊടുത്താൽ മതി. അപ്പം കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. പക്ഷേ മിക്ക അരിക്കും ഈ ഒരു കറക്റ്റ് അളവ് തന്നെ ആയിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെത്. അപ്പോൾ ഞാനിപ്പം എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ അരി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
നല്ലൊരു മണമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ചോറിന് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂണ് മിൽമ നെയ്യോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു നെയ്യിൻ്റെ മണം ഉണ്ടാവും ഈ നെയ്ച്ചോറിൽ. അത് ലാസ്റ്റ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ നേരം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു മണമായിരിക്കും. അതുപോലെ തന്നെ നെയ്ച്ചോറിൽ അരിയൊക്കെ നല്ലോണം ഇങ്ങനെ നല്ല നെയ്യുള്ള പോലെയൊക്കെ തോന്നും. നമ്മൾ ആകെ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കുറച്ച് നെയ്യ് മാത്രം കേട്ടോ. അപ്പം പ്ലേറ്റിൽ സെർവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഗാർണിഷിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും വറുത്ത ഉള്ളിയൊക്കെ കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് നെയ്ച്ചോറ് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നെയ്ച്ചോറിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയുള്ള സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ ലഗോൺ ചിക്കൻ കറി. പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉള്ളി സുർക്ക, അതായത് ഉള്ളിയും വിനാഗിരിയും പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തത്. പിന്നെ പപ്പടം ഇല്ലാണ്ട് പിന്നെ നമുക്ക് നെയ്ച്ചോറ് ഇറങ്ങൂലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലബാർ സ്റ്റൈലിലെ നെയ്ച്ചോറിൻ്റെ സൈഡ് ഡിഷുകളൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.